ഞാൻ ബിനോയിലേക്ക് വരികയാണ്. അതായത് ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ മരുന്ന് സംഭരണശാലകളിൽ അടിക്കടി ഉണ്ടാകുന്ന തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനത്തിനുള്ള സാധ്യത ഉണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട ഫയലുകൾ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തിയിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഉന്നതതല അന്വേഷണവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടി ഒന്ന് പങ്കുവെക്കുമോ? അജി, കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ വിവിധ സ്ഥലങ്ങളിൽ, അതായത് കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിലായി 3 അഗ്നിബാധയാണ് ഉണ്ടായിരിക്കുന്നത്. അതും മരുന്ന് സംഭരണശാലകൾക്ക് നേരെയാണ് ഈ അഗ്നിബാധ ഉണ്ടായിരിക്കുന്നത്. ഇതെല്ലാം തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത് ബ്ലീച്ചിങ് പൗഡറിൽ നിന്നുണ്ടായ അഗ്നിബാധയാണ് ഇതിലെല്ലാം കാരണമെന്ന് പറയുന്നു. കൊല്ലത്തേത് ബ്ലീച്ചിങ് പൗഡറിൽ ഇടിമിന്നലേറ്റ് അഗ്നിബാധ ഉണ്ടായെന്നും അത്തരത്തിൽ തന്നെയാണ് തിരുവനന്തപുരത്തും ഇടിമിന്നലേറ്റ് അഗ്നിബാധ ഉണ്ടായെന്നും പറയുമ്പോൾ ആലപ്പുഴയിലേത് ഇപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ വളരെ അധികം ബ്ലീച്ചിങ് പൗഡറുകളാണ് വിവിധ സംഭരണശാലകളിൽ, അതായത് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ സംഭരണശാലകളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് ബീഹാർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു വടക്കേന്ത്യൻ കമ്പനിയിൽ നിന്നാണ് ഇത്രയധികം ബ്ലീച്ചിങ് പൗഡറുകൾ എത്തിച്ചിരിക്കുന്നത്. ആ ബ്ലീച്ചിങ് പൗഡറുകൾ ഈ സംഭരണശാലകളെല്ലാം തന്നെ സൂക്ഷിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ MD തന്നെ ഒരു ഓഡിയോ നിർദ്ദേശം നൽകിയിരുന്നു, അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെ നിർദ്ദേശം നൽകിയിരുന്നു. കൂടുതൽ ഇത്തരത്തിൽ ഈ ബ്ലീച്ചിങ് പൗഡറുകൾ സൂക്ഷിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് അത് ഇതാരാണോ വിതരണം ചെയ്ത ആ കമ്പനികൾ തിരിച്ചെടുക്കണമെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിരുന്നു. ആ സാഹചര്യം ഉൾപ്പെടെ നിലനിൽക്കുമ്പോഴാണ് ഈ സംഭരണശാലകളിലെ അഗ്നിബാധയും ഒപ്പം ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ ജീവൻ വെടിയാനുണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിലവിൽ ആരോഗ്യവകുപ്പോ അല്ലെങ്കിൽ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികളോ ഒരു വലിയ തരത്തിലുള്ള അന്വേഷണം നടത്തുന്നില്ല. സാധാരണഗതിയിലുള്ള ഫോറൻസിക് തലത്തിലും അതുപോലെ തന്നെ അഗ്നിശമന സേനയിൽ നടത്തുന്ന അന്വേഷണങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത്. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും പ്രതിപക്ഷം ഈ സംഭവത്തിൽ അട്ടിമറിയുണ്ട് എന്നൊക്കെ ആരോപിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഈ 3 സംഭവങ്ങളുടെയും ഫയലുകൾ, അതായത് ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ ഫയലുകൾ, ഇതിനകത്ത് എന്തുമാത്രം ബ്ലീച്ചിങ് പൗഡർ ഉണ്ടായിരുന്നു, ബ്ലീച്ചിങ് പൗഡറിലാണോ അഗ്നിബാധയ്ക്ക് കാരണമാക്കിയത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നോ, ഇതിൽ ഫയർ NOC ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഫയലുകളെല്ലാം തന്നെ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു വരുത്തിയിരുന്നു. ആ ഫയലുകൾ പരിശോധിച്ചിരുന്നു. ആ ഫയലുകൾ പരിശോധിച്ചതിന് ശേഷം ഒരു പക്ഷേ ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെയോ അല്ലെങ്കിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെയോ തീരുമാനിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ ഇടപാടുകളിലും മുഖ്യമന്ത്രി ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട്. കാരണം പല ഭാഗത്തും വീഴ്ചകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി നേരിട്ട് ഈ ഫയലുകളെല്ലാം തന്നെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, ഡോക്ടർമാരുടെ സമരം നടന്ന സമയത്ത് ആരോഗ്യവകുപ്പ് മന്ത്രിയേക്കാൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന്, ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനുമായി ഏറ്റവും കൂടുതൽ മുൻകൈയിട്ട് ഇറങ്ങിയത് മുഖ്യമന്ത്രി തന്നെയായിരുന്നു. കാരണം മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയും ലോ സെക്രട്ടറിയും എല്ലാം ചുമതലപ്പെടുത്തുകയായിരുന്നു. അതുപോലെ തന്നെ ആശുപത്രികളുടെയും അല്ലെ ആരോഗ്യ പ്രവർത്തകരുടെയും സംരക്ഷണം സംബന്ധിച്ച ബില്ല് പാസ്സാക്കുന്ന സാഹചര്യത്തിലും മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബില്ലുകൾ, ഈ ഫയലുകളെല്ലാം തന്നെ മുഖ്യമന്ത്രി പരിശോധിച്ച് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണത്തിനുള്ള സാധ്യത ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആരായിരിക്കും അന്വേഷണം നടത്തുക എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അജി, ശരി ബിനോയ്.